വൈഷ്ണവി, ഈ ടേൺ അപ്പ് ദി വോളിയം എന്ന് പറഞ്ഞാൽ എന്താ ടേൺ അപ്പ് എന്ന വേർഡോട് ഉദ്ദേശിക്കുന്നത്? സൗണ്ട് കൂട്ടുക. ഓക്കെ. എന്നാ അതിന് വേറൊരു മീനിങ് ഉണ്ട്. ടേൺ അപ്പ് ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ ടേൺ അപ്പ് എന്നൊക്കെ പറഞ്ഞ എന്താ? അവൻ അറൈവ്. ഓക്കെ, ടു അറൈവ് എന്നുള്ള ഒരു മീനിങ്ങും കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ടു അപ്പിയർ, പ്രത്യക്ഷപ്പെടുക. ഓക്കെ, അങ്ങനെ കുറച്ച് സെന്റൻസസ് നോക്കാം. അവൻ മീറ്റിംഗിന് വന്നില്ല. He didn't turn up for the meeting. കറക്റ്റ്. കുട്ടി പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവൾ എപ്പോഴും ലേറ്റ് ആയാണ് വരാറ്. She always turned up Turns late. up late. Turns up. അത് past tense അല്ലാത്തതുകൊണ്ട് she always turns up late. ഓക്കെ. ഇനി പാർട്ടിയിൽ കുറെ ആൾക്കാർ വന്നോ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. പാർട്ടിയിൽ കുറെ ആൾക്കാർ വന്നോ? Did more people turn up on? Many നമ്മളവിടെ. Did many people turn up at the party? Okay. ഇനി എന്നെ സഹായിക്കാൻ ആരും വന്നില്ല. Nobody turns Yes. up to ആരും help me. വന്നില്ല. അപ്പൊ അത് Nobody past tense അല്ലേ? turned up. Turned up. Okay. Nobody turned up to help me. Okay. ഇനി അവർക്കുള്ള ക്വസ്റ്റ്യൻ. അവൾ വന്നപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയി. അവൾ വന്നപ്പോൾ അറൈവ് ചെയ്ത സമയത്ത് ഞാൻ സർപ്രൈസ്ഡ് ആയി. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും.